തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. 4 പതിറ്റാണ്ടിന്റെ പാരമ്പര്യത്തിലും വിശ്വാസ്യതയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെയും ജനമനസ്സുകളിൽ ഇടം നേടിയ ആമിയ ഗോൾഡ് ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക്. ഡയമണ്ട്, ടർക്കിഷ്, ആന്റിക്, കേരള ഡിസൈൻ, ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. Redefining elegance, crafted with traditional. Amia Gold and Diamonds, Bypass Road, Chaman, 0494 2462 916. Mobile 9037 917 916. വാർത്തകൾ വിശദമായി. പ്രളയത്തിൽ ദുരിതാശ്വാസ സഹായമായി ലഭിച്ച തുക തിരിച്ചടയ്ക്കണമെന്ന സർക്കാർ ഉത്തരവിനെതിരെ തിരൂരങ്ങാടി താലൂക്ക് ഓഫീസ് ഉപരോധിച്ച മുസ്ലിം യൂത്ത് ലീഗ്. 2019 പ്രളയത്തിൽ അകപ്പെട്ടവർക്ക് സർക്കാർ സഹായമായി ലഭിച്ച 20,000 രൂപയിൽ 10,000 രൂപ തിരിച്ചടയ്ക്കണമെന്ന തിരൂരങ്ങാടി തഹസിൽദാരുടെ നോട്ടീസിനെതിരെയായിരുന്നു യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖിന്റെ നേതൃത്വത്തിൽ 10 മണിയോടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം തുടങ്ങി. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കേൽ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. 2019 നടന്നിട്ടുള്ള പ്രളയ ദുരിതാശ്വാസത്തിൽ തീർച്ചയായിട്ടും അതിന്റെ ഓഡിറ്റിങ്ങും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആ തൊട്ടടുത്ത വർഷം തന്നെയാണ് സ്വാഭാവികമായി നടക്കുക. ആ സ്വാഭാവികമായി നടക്കുന്നതിന് ആ ഒരു സമയത്ത് ചെയ്യുന്നതിന് പകരം കൃത്യം 5 വർഷത്തിന് ശേഷമാണ് ഈ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള പട്ടിണി പാവങ്ങളായിട്ടുള്ള രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ കത്തുകളൊക്കെ ഈ ലെറ്ററുകളൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യൂത്ത് ലീഗ് ഇവിടെ ആവശ്യപ്പെടുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ആർക്കൊക്കെയാണോ നിങ്ങൾ കത്തയച്ചിട്ടുള്ളത് ആ കത്തയച്ച ആളുകൾക്കൊക്കെ ഡബിൾ എൻട്രി വന്നു എന്ന് പറഞ്ഞിട്ടാണ് കത്തുകൾ അയച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മുഴുവൻ തുകയും സർക്കാർ റൈറ്റ് ഓഫ് ചെയ്യണം. അത് എഴുതി തള്ളിയേ പറ്റൂ എന്നാണ് യൂത്ത് ലീഗ് ആവശ്യം. അതല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ നിർമ്മിച്ച ഒരു കമ്പനി ഉണ്ട്. സോഫ്റ്റ്വെയർ നിർമ്മിച്ച കമ്പനി നമുക്കറിയാം, ഇപ്പോൾ റിലീഫ് സോഫ്റ്റ്വെയർ ആണെന്ന് തോന്നുന്നു. ഈ സോഫ്റ്റ്വെയർ സാധാരണഗതിയിൽ സോഫ്റ്റ്വെയറിലായിരുന്നല്ലോ ഈ CMDR മറ്റും കൊടുത്തിരുന്നത്. അതിൻ്റെ ഒരു പ്രൊസീജിയർ പ്രകാരമാണ് ചെയ്തത്. ആ പ്രൊസീജിയർ പ്രകാരമല്ലാതെ സോഫ്റ്റ്വെയറുമായി ആരാണോ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഉത്തരവാദികളായവർ ആ സോഫ്റ്റ്വെയർ കമ്പനിയിൽ നിന്ന് ഈ പണം വാങ്ങി ഈ പാവപ്പെട്ടവരുടെ രക്ഷിക്കണമെന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത്. ഒരു കേൾവിയില്ലാത്ത സംഗതിയാണ്. കാരണം ഒരു സാധാരണക്കാരായ ആളുകൾക്ക് ഈ പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10,000 രൂപക്ക് പകരം 20,000 രൂപ അയച്ചു തന്നു, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഇതൊരു അസ്വാഭാവികത ഉണ്ട് എന്ന് മനസ്സിലാക്കി ഈ സാധാരണക്കാരായ ആളുകൾ ഈ ഉത്തരവാദിത്തപ്പെട്ട വില്ലേജ് ഓഫീസിലും താലൂക്കിലും വന്നതാണ്. ഞങ്ങൾക്ക് 10,000 ആണല്ലോ സർക്കാർ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തത്, പിന്നെ എന്തുകൊണ്ടാണ് 20,000 വന്നത്? അതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും തിരിച്ചടക്കേണ്ടി വരുമോ എന്ന് കിട്ടിയ ഉടനെ തന്നെ ഇവർ ചോദിച്ചതാണ്. ആ സമയത്ത് അവർ പറഞ്ഞത് എന്താണ്?
അത് ചിലപ്പോൾ നിങ്ങളുടെ വീടിന് കേടുപാടുകൾ സംഭവിച്ചതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ അതിൻ്റെ തുക അധികമായി വന്നിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്ന് അവരെ മടക്കി അയക്കാം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം തിരൂരങ്ങാടി താലൂക്കിന് കീഴിൽ മാത്രം 123 ആളുകൾക്ക് ഇത്തരം ലെറ്റർ പോയിട്ടുണ്ട്. പ്രസംഗത്തിന് ശേഷം തിരൂരങ്ങാടി തഹസിൽദാർ ഇറക്കിയ നോട്ടീസ് കീറിയെറിഞ്ഞ് പ്രതിഷേധിച്ചു. ഇതിനുശേഷം പ്രവർത്തകർ താലൂക്ക് ഓഫീസിനകത്തേക്ക് കയറി തഹസിൽദാരുടെ ചേംബറിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചു. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? കൂട്ടിപ്പിടിച്ച് കമ്പിപ്പാറ കൈകളിലേന്തി കുടിലുകളെല്ലാം കുത്തി തുറക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥരെ ദുരുപയോഗം ചെയ്യുന്നു. ഇത് നാണക്കേട്, നാണക്കേട്, ഇത് ഗതികേട്, നാണക്കേട്, ഇത് ഗതികേട്, പിണറായിയുടെ ഗതികേട്. 19 പ്രളയത്തിൽ കടലുണ്ടിപ്പുഴ കുത്തിയൊഴുകി, നമ്മുടെ എല്ലാം വീടുകളിൽ ദുരന്തം വിതച്ചൊരു കാലത്ത് പോലീസ് എത്തി പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. സമരം ശക്തമായതോടെ പ്രവർത്തകരെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി. തിരിച്ചു ചോദിക്കും സർക്കാരെ, നാണംകെട്ട പിണറായി, ഇപ്പണി നിങ്ങൾക്കറിയില്ലെങ്കിൽ രാജിവെച്ച് പോ പുറത്ത്,
നൽകിയ സഹായങ്ങൾ തിരിച്ചു വിളിക്കും സർക്കാരെ, തലനാരിഴയുടെ സർക്കാരെ, നാടല്ലേ നിങ്ങൾക്ക്? അയ്യയ്യേ, ഇത് നാണക്കേട്, നാണക്കേട് ഗതികേട്, നാണക്കേട് ഗതികേട്. ഉപരോധ സമരത്തിന് റിയാസ് തോട്ടുങ്ങൽ, ഉസ്മാൻ കാച്ചടി, അയൂബ് തലാപ്പിൽ, CH അബൂബക്കർ സിദ്ദീഖ്, KP നൌഷാദ്, K മുയിനുൽ ഇസ്ലാം, ബാപ്പുട്ടി ചമ്മാട്, അലി കുന്നത്തേരി, സാദിഖ് കടുവാളൂർ, കള്ളിയത്ത് കുഞ്ഞ, ജുബേർ തേറാമ്പിൽ, ഇക്ബാൽ കൊടിഞ്ഞി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.